ഹലോ ഫ്രണ്ട്സ്, അജിത് കുമാർ. ഞാൻ ഒരു 1:20 ഡിഷ് ആൾട്രേഷൻ ചെയ്തിരുന്നു. ഇത് 1:40 ഡിഷാണ്. ആ 1:40 ഡിഷ് ഞാൻ 40 സെൻറ്റിമീറ്റർ അതിൻ്റെ ഔട്ടിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ പുറത്തേക്ക് വെച്ചിട്ട് അതിനൊരു ഔട്ടർ ഉണ്ടാക്കി. 40 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം അതിന് മൊത്തത്തിൽ ഔട്ടർ എത്ര വരുന്ന വെച്ചാൽ ആ ഒരു ഔട്ടർ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കണ്ടല്ലോ, ഈ ഡിഷിന്റെ ഫ്രെയിം, ഈ ഡിഷിന്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞത് ഒരു അലൂമിനിയത്തിന്റെ ഒരു ഫുൾ റൗണ്ടാണ്. നമ്മളെ സാധാരണ വരുന്ന ATM ഡിഷിന്റെ മാതിരി ഒരു ഓവൽ ടൈപ്പ് അല്ല, ഫുൾ റൗണ്ടാണ്. ആ ഫുൾ റൗണ്ടിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, കണ്ടല്ലോ. ഒരു 6 പൈപ്പാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് 3/4 ഇഞ്ചിന്റെ പൈപ്പാണ്, കണ്ടോ. ഇത് 3/4 ഇഞ്ചിന്റെ പൈപ്പാണ്. ആ പൈപ്പിലേക്ക് 1/2 ഇഞ്ചിന്റെ GA പൈപ്പ് ഞാൻ ഇറക്കി വെച്ചിട്ട് സ്ക്രൂ ചെയ്തു. അതിൻ്റെ 40 സെൻറ്റിമീറ്റർ പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെക്കാട്ടി, അതായത് നിലവിലുള്ള പൈപ്പിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ പുറത്തേക്ക് എടുത്തിട്ട് അതിനെ ഞാൻ സ്ക്രൂ ചെയ്ത് അതിൽ നിർത്തി. അങ്ങനെ 6 പൈപ്പിനും 1/2 ഇഞ്ച് പൈപ്പ് വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് പുറത്തേക്ക് ചാടിച്ചിട്ട് അതിനെ ഔട്ടർ ഫിറ്റ് ചെയ്തു. ഔട്ടർ 1 ഇഞ്ചിന്റെ പൈപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം മുകളിലെ ഷീറ്റ് കാണിച്ചു തരാം. ഈ മുകളിൽ വെക്കുന്ന ഷീറ്റ് ഇതിനോട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ആ ഷീറ്റ് അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, ഇതിൻ്റെ നമ്മളെ 1:40 ഡിഷിൻ്റെ റൗണ്ടിൻ്റെ ഔട്ടിൽ ഒരു 3/4 ഇഞ്ച് അലൂമിനിയത്തിൻ്റെ ആംഗിൾ ഫിറ്റ് ചെയ്തു. സ്ക്രൂ ചെയ്തിട്ട് അടുത്തടുത്ത് സ്ക്രൂ ചെയ്താൽ അത് ഭംഗിയായിട്ട് നിൽക്കും. അതിന് ശേഷം അതിൻ്റെ ഒരു പുറത്തുനിന്നും ഇതിൻ്റെ ഔട്ടറിലേക്ക് സ്ക്രൂ ചെയ്തിട്ടാണ് ഞാനത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത നല്ല വൃത്തി തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിരുന്നത് നമ്മളെ AC ഷീറ്റൊക്കെ വെച്ചിട്ടായിരുന്നു. അതായത് അത്രയൊക്കെ ക്വാളിറ്റി ഇല്ലായിരുന്നു, സിഗ്നലൊക്കെ നല്ല മാറ്റേണ്ടായിരുന്നു. അന്ന് ഞാൻ Thaicom മുടിച്ചിരുന്നപ്പോൾ ഒരു 30-35 ചാനലൊക്കെ കിട്ടിയിരുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, ഫോക്കൽ ലെങ്ത് ഞാൻ മാറ്റി നോക്കിയിട്ടും സംഭവം കണ്ടോ, ഫോക്കൽ ലെങ്ത് പഴയ തന്നെയാണുള്ളത്. ആദ്യത്തെ ഞാൻ വെച്ചു, ഇതാണ്ടോ, ഞാൻ നമ്മളെ ജനവാതിലിൻ്റെ വിജാഗിരിയൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ കറക്റ്റ് നോക്കിയപ്പോൾ എയർടെൽ ഞാൻ ചെക്ക് ചെയ്തിരുന്നത്. എയർടെൽ ചെക്ക് ചെയ്തപ്പോൾ സംഭവിച്ചാൽ ഇത്ര സ്ട്രെങ്ത് വരുന്നില്ല സിഗ്നലിന്. ഇതിൽ ഈ സെൻറ്ററിൽ ഒരു 80 കിട്ടുമ്പോൾ നമ്മൾ ഈ പുറത്ത് വെക്കുന്നതിനൊരു 65-70 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. 70 കൂടുന്നില്ല. അപ്പം ഇത് തന്നെയാണ് കറക്റ്റ്. 10 സെൻറ്റിമീറ്റർ 10% സിഗ്നലിൻ്റെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കി ആദ്യത്തെ ഫോക്കൽ ലെങ്ത് തന്നെ കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലേ, അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇതിൽ അന്നത്തെ ആൾട്രേഷനെല്ലാം കാട്ടി കുറച്ചും കൂടി പെർഫെക്റ്റ് ആയപ്പോൾ ജോയിൻ്റൊക്കെ ഞാൻ പുട്ടിയിട്ടിട്ട്, കേട്ടോ, ഇതിൻ്റെയൊക്കെ ഈ ജോയിൻ്റൊക്കെ പുട്ടിയിട്ടിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വല്ലാതെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ആ സിഗ്നൽ അത്രയും ഈ Thaicom ഒക്കെ 250 ചാനലും ഇതിൽ കയറുന്നത്. കാരണം ഡിസ്പ്ലേ ഞാൻ വരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് എത്ര ഡെപ്ത് വരും, എങ്ങനെ വരുന്നു നോക്കിയതിന് ശേഷം ഞാൻ വരച്ചതിന് ശേഷം ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മൊത്തം ഔട്ട്ലൈൻ ചെയ്ത് ശരിക്കും കാട്ടിത്തരാം. ശരിക്കും ഈ പൈപ്പിൽ നിന്ന് ഒരു സ്ക്രൂ കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ഔട്ടറിൽ ഫിറ്റ് ചെയ്ത്, കണ്ടോ. പിന്നെ അലൂമിനിയത്തിൻ്റെ ചെറിയ ചാനൽ കൊടുത്തിട്ട് അതിലേക്കാണ് ഈ ഷീറ്റ് സ്ക്രൂ ചെയ്തിട്ടുള്ളത്, കണ്ടോ. സ്ക്രൂ കാണുന്നുണ്ടല്ലേ, മുകളിൽ ഷീറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മളെ ഫൈബർ ഡിഷിൻ്റെ ആൾട്രേഷൻ ചെയ്യണവർക്ക് സുഖമാണ്. ഫൈബർ ഡിഷിൻ്റെ ഔട്ടറിൽ ഇതേമാതിരി ചാനൽ ഫിറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഷീറ്റ് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റെപ്പൊന്നും വരില്ല. ആ ഗ്യാപ്പ് ഒന്ന് പുട്ടിയിട്ട് അടച്ചാൽ മതി. കണ്ടോ, സംഭവം സിമ്പിളാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള വർക്കൊന്നുമല്ല. പക്ഷേ ഇതിലെ ബേസായിട്ട് ഔട്ടർ കറക്റ്റായിട്ട് കിട്ടണമെന്ന് മാത്രം. നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടർ ആദ്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് കറക്റ്റാക്കി തന്നെ വേണം. അല്ലെങ്കിൽ ആകെ
പിന്നെ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൾജ് ചെയ്തിട്ട് കാണാനോ വൃത്തി ഉണ്ടാവില്ല. എന്നാലും ഞാൻ പരമാവധി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടി. കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ തായ്ക്കോം ഔട്ട് ഓഫ് കവറേജൊക്കെ 251 ചാനലൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം 13, 15 ഒക്കെ 19,000 റുപ്യ കൊടുത്തിട്ടൊക്കെ ഒരു ഓപ്സൈറ്റ് ഡിഷ് ആൾറെഡി വാങ്ങിയവരുണ്ട് എൻ്റെ അറിവിൽ, ഗ്രൂപ്പിൽ തന്നെ. അതൊരു ചർച്ച തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ വളരെ ഉപകാരം. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ. എനിക്കിപ്പോൾ അതിന് മാത്രം കാശൊന്നും ഇതിനായിട്ടില്ല. നമുക്കിപ്പോൾ ഫൈബറിലും ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സുഖമാണ്. ഫൈബറിൻ്റെ ഇതേപോലെ 3-4 കാല് വരുന്നുണ്ട്. ആ കാലൊന്നും നമുക്ക് ഇതുപോലെ പൈപ്പ് ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. ചെറിയൊരു ബെൻഡ് കറക്റ്റ് ആക്കണമെന്ന് മാത്രം. ഡിഷൊന്ന് വരച്ചിട്ട് അപ്പോൾ ഉള്ള സൈസിനെ കാട്ടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഡിഷൊന്ന് നിലത്ത് ഒരു ഓപ്പൺ ഡ്രസ്സിൽ വരച്ച് കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആയിട്ട് നമുക്ക് വരച്ച് ചെയ്യാം. എൻ്റെ കാഴ്ചപ്പാടിൽ കിട്ടും, നല്ല റിസൾട്ട് ഉണ്ടാവും തന്നെയാണ്. കാരണം എനിക്കിതിൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്കും കിട്ടേണ്ടതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും വെറുതെ കൊണ്ടുപോയേണ്ട കാശ് കളയണ്ട. കാരണം ജാമസിൻ്റെ ഡിജിറ്റൊക്കെ എടുക്കാന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണ നമുക്ക് തന്നെ ചെയ്യണം. വേറെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചാൽ നമുക്ക് നഷ്ടം തന്നെയാവും. അപ്പോൾ നോക്കാലോ, ഒന്ന് നോക്ക്, ശ്രമിക്കൂ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ.